ഹലോ ഗൈസ്, ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കരുത്. അപ്പം ഇന്ന് രാവിലെ ബിഗ് ബോസിന്റെ ലൈവില് എന്നും രാവിലെ ബിഗ് ബോസിൽ അടി നടക്കുക, രാവിലെ തന്നെ അടി നടക്കാണ് പതിവ്. അപ്പൊ അനീഷായിരുന്നു എല്ലാ ദിവസവും അടി സ്പോൺസർ ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ കുറെ നാളായിട്ട് അടികളിൽ രാവിലെ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാർ മാറിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് രാവിലെ നടന്ന അടി ഇങ്ങനെ അടി ഉണ്ടാക്കണം, കണ്ടന്റ് കൊടുക്കണമെന്ന് ഓർത്തുണ്ടാക്കിയ അടിയല്ല, കറക്റ്റായിട്ട് കാര്യം ഉണ്ടായിട്ട് തന്നെ സംഭവിച്ചാണ്. കിച്ചണിൽ കാപ്പിപ്പൊടി തീർന്നിരിക്കുക. അപ്പൊ ഈ കാപ്പിപ്പൊടി ഇന്നലെ കൊണ്ട് തീർന്നു. അപ്പൊ ആർക്കും ഇന്നലെ വൈകുന്നേരം തൊട്ടൊക്കെ എല്ലാവരും കട്ടൻ ചായയാണ് കുടിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് രാവിലെ ആ കിച്ചൺ ടീം വന്ന് നോക്കുമ്പോൾ അതിനകത്ത് കാപ്പി ഇട്ട് വെച്ചേക്കുന്നു. ആരാ കാപ്പി ഇട്ട് വെച്ചേക്കുന്നത്? ജിസേല് കാപ്പിപ്പൊടി എങ്ങാണ്ട് എടുത്ത് ഒളിച്ചു വെച്ചിട്ട് ആ സാധനം ഇവരാരും കാണാതെടുത്ത് കാപ്പിയിട്ട് ഇവർ കണ്ടുപിടിച്ചു. ഈ ജിസേലിനോട് എല്ലാവരും ചോദിച്ചു കാപ്പിപ്പൊടി എവിടെ നിന്നാന്ന്. ജിസേലിന് ഒരു കോസലും ഇല്ല. ജിസേലിനെ കാപ്പിപ്പൊടി കളി തന്നെ വിളിക്കുന്നുണ്ട്. കാപ്പിപ്പൊടി കളിയോ? ഞാനോ? ഓക്കെ, എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെ ജിസേലിന്റെ നേരെ വരുന്ന എന്ത് പ്രശ്നമാണേലും ഇപ്പം കട്ടെടുത്ത് എല്ലാവരും കിച്ചൺ ടീമിലെ എല്ലാവരും തന്നെ ജിസേലിനെതിരായി നിന്നു. ജിസേലിന് ഒരു കുലുക്കുമില്ല. മറ്റേ എല്ലാവരും അറിഞ്ഞു കഴിയുമ്പം ഇത്രയും നാളും കണ്ട ബിഗ് ബോസ് സീസണിൽ എന്തെങ്കിലും ചെയ്ത് കണ്ടു കഴിയുമ്പോൾ ഒരു സോറി പറയുക, അത് അഡ്മിറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയല്ലേ. ജിസേലിന് നേരെ കുറ്റം ആരോപിക്കുന്നവരെ തന്നെ ജിസേല് കുറ്റക്കാരാക്കുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള ഗെയിമാണ്. അതിന് ജിസോയിലിന് സപ്പോർട്ടായിട്ട് വീട്ടിലുള്ള ആണുങ്ങളും. ജിസേൽ എന്ത് ചെയ്താലും അവരുടെ ചോദ്യമൊക്കെ മൈൽഡായിട്ട്, എന്താ ജിസേലെ അങ്ങനെ ചെയ്തത്, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ജിസേൽ എല്ലാവരും തന്നെ കൈക്കലാക്കി വെച്ചേക്കും കേട്ടോ. ജിസേൽ ഉണ്ടാക്കുന്ന കാപ്പി അവിടെയുള്ള ആണുങ്ങൾക്കും കൊടുക്കും. അപ്പോൾ അവിടെ വഴക്കാളികളാകുന്ന പെണ്ണുങ്ങളായിരുന്നു. ഇത്രയും നാളും അനു ആയിരുന്നു ജിസേലിൻ്റെ എല്ലാ കാര്യം കണ്ടുപിടിച്ചു വന്നത്. ഇപ്പം ജിസേല് തന്നെ അതിനകത്ത് ഇങ്ങനെ കട്ടെടുത്ത് പാത്ത് വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് അത് ശരിക്കും ഇനിയുള്ള വരുന്ന ബിഗ് ബോസ് സീസണിലൊക്കെ കണ്ടുപിടിക്കേണ്ട ആൾക്കാർ ഇതൊക്കെ കണ്ടുപിടിച്ച് പയറ്റാൻ തയ്യാറായി വരണം. കാരണം അത്രയും ആരും കാണാതെ ജിസേലിന് കാപ്പി കുടിക്കാനായിട്ട് ജിസേൽ അത് ഒളിച്ചു വെച്ചിട്ട് ജിസേൽ അത് കണ്ടില്ല, നിങ്ങൾ വേണേ കണ്ടുപിടിച്ചോ. അപ്പം അതിനെയും ഒക്കെ ചോദിക്കുന്നത് ജിസേൽ ഇത് എവിടെയാ, ഞങ്ങൾ ഇന്നലെ കാപ്പിപ്പൊടി തീർന്നാ, ഇങ്ങനെയല്ല കേട്ടോ, നല്ല ഷൗട്ട് ചെയ്താ ചോദിക്കുന്നത്. കാപ്പിപ്പൊടി തീർന്നാന്ന് പറഞ്ഞാൽ എന്നിട്ട് ജിസേൽ എന്താ പറയാതിരുന്നത്? നിങ്ങൾ വേണേ യു ഫൈൻഡ് ഇറ്റ് എന്നാ പറയുന്നത്. നിങ്ങൾ വേണേ കണ്ടുപിടിക്കുക. ഇനി എത്ര കവറുണ്ട്, ഇനി പാത്ത് വെച്ചിട്ടുണ്ട്, ഇനി എന്തിനാ ഇങ്ങനെ കയറുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അതെൻ്റെ കഴിവ്, എൻ്റെ ഇത്. നിങ്ങൾ മേക്കപ്പ് ചെയ്യാൻ പോയേക്കുമായിരുന്നു, ഞാനാ രാവിലെ ചായ ഇടുന്നത്. അപ്പം അപ്പാനെയൊക്കെ ഇവർക്കൊന്നും ഈ ബാക്കി കണ്ടുകൊണ്ട് നിൽക്കുന്ന ആണുങ്ങൾക്കോ അല്ലെങ്കിൽ ആരിനും ഒന്നും വലിയ കാര്യമായിട്ടൊന്നും പറയണ്ട. ആരിനൊക്കെ പറയാം, ജിസേലൊക്കെ അഡ്മിറ്റ് ചെയ്യുക, അതെടുത്തൊന്ന് അഡ്മിറ്റ് ചെയ്യുക. എന്ത് സോഫ്റ്റ് ആയിട്ടാ ഷാനവാസൊക്കെ ഇങ്ങോട്ട്. ഷാനവാസ് പറയാം ജിസേൽ അത് എടുത്തു വെച്ചാൽ തെറ്റാന്നൊക്കെ പറയുമ്പോൾ ജിസേൽ അത് ഓക്കെ, അതെന്റെ കഴിവ്, അങ്ങനെ എന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ജിസേൽ ചിരിച്ചു. ഷാനവാസോ ഈ ചിരി കാണുമ്പോഴാകുമ്പോഴത്തേനും പിന്നെ ചോദിച്ചു, ഈ ചിരി കാണുമ്പോൾ ഞങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് ഒരു കുഴപ്പമൊന്നും അറിയില്ല, നിങ്ങൾക്ക് മാത്രം എന്താ. എല്ലാവരും അങ്ങോട്ട് ജിസേലിന്റെ അടിമയായിപ്പോയി കേട്ടോ. ബാക്കിയുള്ള എല്ലാവരും തന്നെ ജിസേലിന്റെ അടിമയായിപ്പോയി. എന്താ ആരും കാണാതെ കാപ്പിപ്പൊടി എടുത്തു വെച്ച് രാവിലെ കാപ്പി ഇട്ട് കുടിച്ചു. കിച്ചൺ ടൈം പോലും അറിയാതെ, കിച്ചൺ ക്യാപ്റ്റൻ അറിയാതെ അത്രയും വലിയ ഗുരുതരമായ പ്രശ്നം അവിടെ നടന്നിട്ടും ജിസേലിനെ പെണ്ണുങ്ങളെല്ലാം കൂടെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തിട്ടും ഇവരെന്ത് ചെയ്താലും ആണുങ്ങള് ജിസേലിന്റെ സൈഡാ. എന്ത് സോഫ്റ്റ് ആയിട്ടെന്ന് പറയാം ജിസേലിനോട് ചോദിക്കുന്നൊക്കെ. ജിസേലെ എടുത്തായിരുന്നോ? അങ്ങനെ എടുത്ത തെറ്റായിപ്പോയി. ഈ ജിസേലിന്റെ സ്ഥാനത്ത് അനുവാണേലോ, അനീഷിനെല്ലാം കൂടെ കൊല്ല വിളിച്ചേനെ. അനുവിനെ ശരിയാക്കി വിട്ടേനെ. പക്ഷെ ജിസേല് വരുമ്പോൾ മാത്രം എല്ലാവരും നല്ല സോഫ്റ്റ് ആയിട്ട്, ജിസേലിന് വേദന എടുക്കരുത് കേട്ടോ, ഒന്നും പറ്റരുത് കേട്ടോ എന്നൊക്കെ പറയണം, നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ തലോടി വിട്ടു. ഒരു കുഴപ്പമില്ല, ജിസേലിനും ഒരു കൂസലില്ല. ജിസേലിൻ്റെ പിന്നെയും തോന്നുന്നു, പിന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ അനുവിനെ ചപ്പാത്തി കളി എന്ന് വിളിച്ചില്ല, ഇപ്പൊ നീയല്ലേ കാപ്പി കട്ടെടുത്ത്, നീയല്ലേ അപ്പൊ കാപ്പിക്കള്ളി. അപ്പൊ ജിസേല് അതെ ഞാനാണ് കാപ്പിക്കള്ളി, എനിക്കൊരു കുഴപ്പമില്ല, ഞാനാണ് കാപ്പിക്കള്ളി. ജിസേലിന് ഒരു കുഴപ്പമില്ല. ഈ കരിങ്കല്ലിന് കാറ്റടിക്കാൻ നമ്മൾ പറയില്ലേ, ആ രീതിയിലാണ്. ജിസേലിന് ഒരു വിഷയമില്ല, ഒരു കുഴപ്പമില്ല. ശരിക്കും അങ്ങനെ അനുവിനെ നീ അടുക്കളയിൽ നിന്ന് ചപ്പാത്തി കട്ടെടുത്ത് വന്നപ്പോൾ അനുവിടെ കാറി നിലവിളിച്ച് ഒച്ചപ്പാടെടുത്ത് എന്തായിരുന്നു ജിസേലിനോട് കാപ്പിക്കളി എന്ന് പറഞ്ഞ ജിസേൽ അതെ ഞാനാ കാപ്പിക്കളി. ഇനി 2 കവറോ 3 കവറോ അങ്ങാണ്ട് കൂടെ ഉണ്ട്, നിങ്ങൾ കണ്ടുപിടിച്ചോളാൻ എവിടെയാന്ന്. കിച്ചൺ ടീമിനോട് പറയാൻ നിങ്ങൾ കണ്ടുപിടിച്ചോളാൻ.
എന്താ കഥ അല്ലെ, ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടും അതിനെ മറക്കുന്ന ഒരു കണ്ടസ്റ്റന്റിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ബാക്കി സീസണിലൊന്നും ഇങ്ങനത്തെ ജിസേലിനെ പോലെ ഇങ്ങനെ വിദഗ്ധമായിട്ട് അതിൽ നിന്ന് ഒഴിവാക്കി അത് പറയുന്ന ആൾക്കാർക്ക് തന്നെ അത് നെഗറ്റീവ് അടിപ്പിച്ച് പറയുന്ന ആൾക്കാരെ തന്നെ പോയിന്റ് ചെയ്ത് ഇങ്ങനെ പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണോട്ടോ. അതിന് കുമ്പിട്ട് നിൽക്കാനായിട്ട് തൊഴുത് നിൽക്കാനായിട്ടും ജിസേല് വാവോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാനായിട്ടും കുറെ നമ്മുടെ ചേട്ടന്മാരും അവിടെ അനുമോള് പറയുന്ന കുറെ ചേട്ടന്മാരും. എൻ്റെ പൊന്നെ, അങ്ങനെ നല്ല രീതിയിൽ വഴക്കായിരുന്നു. ഇനി കിച്ചൺ ടീമിൽ ഇനി വേറെ ആരും കുക്ക് ചെയ്യാൻ കയറണ്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പറഞ്ഞു ഇനി വേറെ ആരും കിച്ചൺ ടീമിലോട്ട് കയറണ്ട, ഞങ്ങൾ മാത്രം ചെയ്താൽ മതി. അതിൻ്റെ ഒരു ജിസേലും ഞാൻ കുറച്ച് തക്കാളിയും മഞ്ഞപ്പൊടി എടുത്തോണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതൊക്കെ എപ്പം നടന്നു, ഇതൊക്കെ എപ്പം എടുത്തോണ്ട് പോയെന്നാണ് ചോദിക്കുന്നത്. എൻ്റെ പൊന്നോ, ഇങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് കേട്ടോ. ഭാരം ജിസേലിന്റെ കഴിവ് സമ്മതിച്ചു കൊടുത്തോളൂ. ഇത്രയും ആര് പറയേണ്ട കാപ്പി ഇട്ട് കുടിച്ചിട്ടും അതവിടെ അവരോട് ഫൈറ്റ് ചെയ്ത് ഈ ചോദിച്ചവരെ തന്നെ തെറ്റുകാരിയാക്കാനുള്ള ജിസേലിന്റെ കഴിവ് അതിഭയങ്കരമാണ്, അതിഭയങ്കരം. ഇങ്ങനത്തെ ഒരു കണ്ടസ്റ്റന്റിനെ കണ്ടിട്ടില്ല കേട്ടോ. ഒരു കുലുക്കില്ല, ഇവര് ചോദിച്ചാലും കൊടുക്കില്ല, ഇവരെന്നെ ചെയ്താലും ഒരു കുഴ. ശരിക്കും അനുമോളൊക്കെ ശരിക്കും ഫെയർ ചെയ്യുന്നുണ്ട്. എല്ലാ സ്ത്രീജനങ്ങളെല്ലാം തിരിച്ചു നിൽക്കുന്നുണ്ട്. ജിസേലിന് മാത്രം ഒരു കുഴപ്പമില്ല. ജിസേല് ചെയ്തത് തെറ്റാണ്. എല്ലാവർക്കും അവിടെയുള്ള ആണുങ്ങൾക്കൊക്കെ കാപ്പിയിട്ട് കൊടുത്തിട്ടുണ്ട് ജിസേല്. അതാണ് അവർക്കാർക്കൊന്നും ഉണ്ടാവില്ല, അവർ കുടിച്ചിട്ടുമുണ്ട്. അപ്പം നിങ്ങളൊക്കെ രാവിലെ മേക്കപ്പ് ചെയ്യാൻ പോയേക്കുമല്ലേ, ഞാനാണ് രാവിലെ കാപ്പി ഇട്ടിരുന്നെങ്കിൽ ജിസേല് പറയുന്നുണ്ട്. അപ്പം അക്ബർ അവരൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ചോദിക്കുന്നത്. ഞങ്ങളാരും നിന്നോട് കാപ്പി ഇട്ട് തരാൻ പറഞ്ഞില്ലല്ലോ രാവിലെ, നീ ഇടല്ലേ, നീ എന്തിനാ രാവിലെ കയറി ഇട്ടത്, ഞാൻ നിങ്ങളുടെ പണിക്കാരിയാണോ എന്നൊക്കെ ജിസേല് ചോദിക്കുന്നുണ്ട്. അപ്പം നിന്നോട് ഞങ്ങളാരും ചെയ്യാൻ പറഞ്ഞല്ലോ, നീ ഇട്ട് തന്നല്ലേ. ജിസേൽ അങ്ങോട്ട് അവരോട് ഞാൻ ചോദിക്കും കാപ്പി വേണോ എന്നൊക്കെ ചോദിക്കും. അപ്പം അവരിൽ ജിസേൽ ഇടുവാണോ വേണോന്ന് പറയും. ജിസേൽ അതിട്ടിട്ട് ആ കൂട്ടത്തിൽ അവിടെയുള്ള ശക്തരായ ആണുങ്ങളെ മൊത്തം പ്രതികരിക്കാൻ രീതിയിലാക്കി വെക്കും. ജിസേലിന്റെ കളി അടിപൊളിയാണ്. ആ കളിയിലെ സർവത്ര ആണുങ്ങളും പെട്ട് ഇങ്ങനെ ലൂപ്പ് പോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ്. ഷാനവാസിന്റെ ഡയലോഗാ. ഷാനവാസ് അനീഷിനെയൊക്കെ ആണെങ്കിൽ എൻ്റെ പൊന്നെ, അനീഷിനെയൊക്കെ കൊല വിളിച്ചേനെ ഈ ചിരി കാണുമ്പോഴാണ്. എന്നിട്ട് അവിടെ ബാക്കിയുള്ള പിന്നെ പറയുന്നുണ്ട്, നമ്മൾ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കുന്നു, കറി ഉണ്ടാക്കുന്നു, മറ്റേതുണ്ടാക്കുന്നു, മറിച്ചുണ്ടാക്കി കിച്ചൺ പണിയുന്നു, അതൊന്നും കാണാനോ പെറുക്കാനൊന്നും അവിടെ നിന്ന് ആരുമില്ല. ജിസേൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കാണാനും അതിനെ പ്രശംസിക്കാനും ജിസേൽ എന്ത് തെറ്റ് ചെയ്താലും അതിനെ കവർ ചെയ്ത് പിടിക്കാനും ഇത്രയും പേരുണ്ട്. ബാക്കിയുള്ള അവിടെയുള്ള പെണ്ണുങ്ങൾക്കൊന്നും ഒരു ഇതും കൊടുത്തിട്ടില്ല. ആ രീതിയിൽ പിന്നെ രാവിലെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇന്ന് രാവിലെ കിച്ചണിൽ വഴക്കിതായിരുന്നു. ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ പ്രശ്നമൊക്കെ കാരണം അവരുടെ രാവിലത്തെ ഫുഡ് ലേറ്റ് ആവും. അപ്പം അത് കഴിയുമ്പോൾ ഫുഡിൻ്റെ ഒരു അടിയുണ്ട്. അപ്പോൾ ഫുഡിൻ്റെ അടി കഴിയുമ്പോൾ ഫുഡിൻ്റെ അടിയെ കുറിച്ചുള്ള അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.